എല്ലാവർക്കും നമസ്കാരം. ജിദാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണസദ്യയിലെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്തായിരിക്കും? ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കാളൻ. കുറുക്ക് കാളനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വരും. അപ്പോൾ നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ അത് തൊലി കളഞ്ഞിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ കഷ്ണം ചേനയാണ്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അധികം വലിയ പീസല്ല, ഇതുപോലൊരു സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചേന ഇവിടെ ഒരു ചെറിയൊരു പീസുണ്ട്, ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ട് ചേന. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നേന്ത്രക്കായ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കറ, ബ്ലാക്ക് കളറ് അതിൽ കറ പിടിക്കും, അത് വരില്ല. അത് ഞാൻ വേഗം തന്നെ ഫാസ്റ്റായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചേനയും നേന്ത്രക്കായും അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഒന്ന് നല്ലപോലെ കുറച്ചുകൂടി കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചേനയും കായും കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് പാകത്തിന് ഫുള്ള് മുങ്ങിക്കിടക്കുന്ന രീതിയല്ല, ഒരു പകുതി പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കഷ്ണം വേവുന്ന നേരത്ത് നമുക്ക് കുറച്ച് തൈര് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് തൈര്, കറക്റ്റ് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അടിച്ചെടുക്കാം. തൈര് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണമായെന്നുള്ളത് നോക്കാം. ചേനയും കായൊക്കെ നല്ലപോലെ ആയോ എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് നോക്കണം, വേവ്. ചേന കായ ആയോ നോക്കാം. ചേന ഇവിടെ ആയി വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ കായും ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്താൽ അടി പിടിക്കില്ല. അതുമാത്രമല്ല, ഈ നെയ്യിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അതിൽ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കണ്ടോ, ഈ നെയ്യിൽ 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലിങ്ങനെ ഈ കഷ്ണങ്ങൾ നല്ല പോലെ കുറുക്കിയെടുക്കാം. ഞാൻ ഇതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ചിലർ ഇത് വേവിക്കുമ്പോൾ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. പക്ഷെ ഞാൻ അരപ്പിലാണ് കേട്ടോ ചേർക്കുക. നാളികേരം അരച്ച് ചേർക്കുമ്പോൾ അതിലാണ് ഞാൻ കുരുമുളക് ഇട്ടിട്ട് അരയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുക. അടിച്ചു വെച്ചിട്ടുള്ള തൈര് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. തീ കൂട്ടി വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ കിടന്നിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വരണം. ആ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു തേങ്ങ ചിരകിതെടുക്കാം. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറുക്ക് കാളനാണ്. കാളനെന്ന് വെച്ചാൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങയുടെ അരപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരയ്ക്കണം. 1 തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. ഇത് നല്ല പോലെ അരച്ചെടുക്കുക.
അപ്പോൾ ദാ ഇവിടെ നല്ല മഷി പോലെ ഇതേ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പിന് ഇപ്പോൾ നമ്മൾ വെള്ളം ഞാൻ ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് പകരം തൈരാണ് കേട്ടോ. കുറച്ച് തൈര് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. കുറച്ച് തൈര്, വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ തൈരിൽ കിടന്ന് നല്ല കഷ്ണങ്ങൾ നല്ല പോലെ ഇതാ വറ്റി കുറുകി വരുന്നുണ്ട്. ഇതിൽ കിടന്ന് ഈ കുറുകുന്നതിനെയാണ് കേട്ടോ കുറുക്കുകളെന്ന് പറയണത്. നല്ല പോലെ ഇത് കുറുക്കിയെടുക്കണം. ഈ തൈര് നെയ്യും കഷ്ണങ്ങളൊക്കെ കൂടി, അപ്പോൾ ഇതിൻ്റെ പുളിപ്പൊക്കെ ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കും. അങ്ങനെ കുറുക്കി വറ്റിച്ചെടുക്കണം. അതിനാണ് ഈ കുറുക്കുകളെന്ന് പറയണത്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുറുക്കി എടുത്തിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ല ഇരുന്നിട്ട് തന്നെ അത് കുറുകി വറ്റി വരും. വറ്റിച്ചെടുത്ത് നല്ല പോലെ വറ്റിച്ചെടുക്കുക. ഇതിൽ തള പൊട്ടണം നല്ല പോലെ. ഇതിൽ കണ്ടോ ഇതുപോലെ ഇതിങ്ങനെ തള പൊട്ടും. ഇങ്ങനെ തിളച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ആ സമയമാകുമ്പോൾ നമ്മൾ ഇത് കുറച്ച് തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം. അതിൽ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ടില്ല. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിൽ കുറച്ച് ഉപ്പിൻ്റെ പോരായ കൂടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും എന്താ ഇതുപോലെ തള പൊട്ടി നല്ല കുറുകി വന്നു. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇത് നല്ല കട്ടിയാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. കാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ്, വറുത്തിട്ടുള്ള ഉലുവയുടെ പൊടിയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിൻ താളിപ്പ് റെഡിയാക്കാം. ഇനി നമുക്കിതിൽ നെയ്യൊക്കെ ഒഴിച്ച്, നെയ്യിൽ വേണമെങ്കിൽ വറുത്തിടാം, വെളിച്ചെണ്ണയിലും വറുത്തിടാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നെയ്യിൽ വറുത്തിടുന്നതാണ്. അപ്പോൾ നമുക്ക് നെയ്യിൽ കടുകൊക്കെ താളിച്ചിടാം. കടുക് താളിക്കാനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ കടുകും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3-4 വറ്റൽമുളക്, കറിവേപ്പില. കടുക് താളിപ്പ് ഇനി കാണലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറുക്കുകള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല നല്ല സ്മെല്ലുണ്ട്. നെയ്യിലാണ് ഇത് വറുത്തിട്ടത്. നെയ്യിൽ വറുത്തിട്ട ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ നെയ്യിൽ നമ്മൾ വരട്ടിയെടുത്തു. പിന്നെ തൈര് ഒഴിച്ചു. തൈരിൽ നല്ലോണം വരട്ടിയെടുത്ത് കഷ്ണങ്ങളിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചു. എന്നിട്ടാണ് നമ്മൾ നാളികേരം അരപ്പ് നല്ല തിക്കായിട്ട് അരച്ചത്. നല്ല പോലെ നമുക്കിത് ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് നല്ല പോലെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഞാൻ കൂടുതലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കൂടുതലും നല്ല ടേസ്റ്റുമാണ്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇട്ടിരുന്നു. കുറച്ച് ടേസ്റ്റ് നോക്കാം. നല്ല പുളി, ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ചൊട്ടിയുള്ള കാളാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ കാളൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും തന്നെ മിസ്സാക്കണ്ട. എല്ലാവരും പല രീതിയിലാവും ഉണ്ടാക്കുന്നുണ്ടാവുക. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഓണത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.